ഹലോ ഗൈസ്, എന്തെല്ലാം വിശേഷം? അപ്പോൾ ഒന്ന് നമ്മളെത്തിയിട്ടുള്ളത് നിലമ്പൂരുള്ള തേക്ക് മ്യൂസിയത്തിലേക്കാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഉള്ളത് തേക്ക് മ്യൂസിയത്തിൻ്റെ നേരെ മുൻഭാഗത്താണ്. അപ്പോൾ അവിടെ പാർക്കിംഗ് കഴിഞ്ഞ് നേരെ ഫ്രണ്ട് ഭാഗത്ത് കാണുന്ന ബിൽഡിങ്ങിലാണ് ടിക്കറ്റ് കൗണ്ടർ. ഒരാൾക്ക് ടിക്കറ്റ് നിരക്ക് വരുന്നത് 50 രൂപയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഇങ്ങോട്ട് കയറുമ്പോൾ നമുക്ക് ഫ്രണ്ടിൽ തന്നെ 2 അതിഥികൾ വന്നിട്ടുണ്ട് കേട്ടോ. ഇവിടെ നല്ല മഴ ആയതുകൊണ്ടാവും കുറച്ച് ആളുകളെ ഇപ്പോൾ ഉള്ളൂ ഇവിടെ. പേടിയില്ലേ വണ്ടിന്റെ മേലൊക്കെ കയറിയിട്ടില്ലേ അത് വിളിച്ചോക്കിയ. അപ്പോൾ ഗേസ് നമ്മൾ അവിടെ നിന്ന് ടിക്കറ്റൊക്കെ എടുത്ത് ഒരാൾക്ക് ടിക്കറ്റ് നിരക്ക് 50 രൂപ വരുന്നത്. അപ്പോൾ ടിക്കറ്റൊക്കെ എടുത്ത് നമ്മൾ ഉള്ളിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് നമ്മൾ ഫ്രണ്ട് ഭാഗത്ത് കാണുന്ന ഭാഗമാണിത്. നേരെ ഫ്രണ്ടിൽ കാണുന്നതാണ് തേക്ക് മ്യൂസിയം. ഇവിടെ കാണുന്ന ചെറിയൊരു വെള്ളച്ചാട്ടമൊക്കെ നിർമ്മിച്ചിട്ടുണ്ട്. ഇത് കഴിഞ്ഞ് മുന്നോട്ട് പോകുമ്പോൾ ഇവിടെ ഇങ്ങനെ കാണൂല, ഒരു വേര് കൊണ്ടൊക്കെ ഒരു ഡിസൈൻ ഉണ്ടാക്കിയിട്ടുണ്ട് തേക്ക് മ്യൂസിയത്തിൻ്റെ നേരെ ഫ്രണ്ടിൽ. അത് കഴിഞ്ഞ് നമ്മൾ ഉള്ളിലോട്ട് കയറുമ്പോൾ അതാണ് തേക്ക് മ്യൂസിയത്തിൻ്റെ മ്യൂസിയമായിട്ട് നിലനിൽക്കുന്ന കാര്യങ്ങളൊക്കെ ഉള്ള ഇവിടെയാണ്. ഇവിടെ ഇങ്ങനെ കാണുമ്പോൾ കുറേ പഴയകാല പ്രതാപങ്ങളൊക്കെ നിലനിർത്തുന്ന കുറേ തേക്കിൻ്റെ കുറേ ഡിസൈനുകളും കാര്യങ്ങളും, അതുപോലെ തന്നെ തേക്ക് കൊണ്ട് ഉണ്ടാക്കിയ ഒരുപാട് നിർമ്മിതികളൊക്കെ കാണാൻ കഴിയും നമുക്ക്. ഇതിൻ്റെ ഉള്ളിലോട്ട് കയറുന്ന സമയത്ത് ഇങ്ങനെ കുറേ ഫർണിച്ചറും തേക്കിൻ്റെ ഡിസൈന്, നമ്മളെ തേക്ക് കൊണ്ട് തന്നെ അതിൻ്റെ മരത്തിൻ്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി കുറേ വേലിയും കമ്പി വേലിയും മാങ്ങാണ്ടി അങ്ങനെ കുറേ സാധനങ്ങൾ ഏതായാലും ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇത് കണ്ടിട്ട് എനിക്കൊന്നും മനസ്സിലായില്ല. പഴയ കാല തേക്ക് മ്യൂസിയത്തിൻ്റെ ഫോട്ടോ വന്നിട്ടുണ്ട്. പണ്ട് കാലത്ത് തേക്ക് നടുന്ന സമയത്തുള്ള ഫോട്ടോ വന്നിട്ടുണ്ട്. അതിന് ശേഷം ഇതൊക്കെ വലുതായി വലിയ മരങ്ങളായി വൃക്ഷങ്ങളായി. അങ്ങനെ ഈ ഭാഗത്ത് വരുമ്പം തേക്കിൻ്റെ ഓരോ വർഷങ്ങളിലും തേക്കിന് വരുന്ന മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ സൂചിപ്പിക്കുന്ന ഒരു ഒക്കെ കാണിക്കുന്നുണ്ട്. അങ്ങനെ കുറേ കാണിക്കുന്നുണ്ട്. തേക്കിൻ്റെ ഉൾഭാഗം, തേക്കിൻ്റെ ഗ്രെയിൻസും കാര്യങ്ങളും, തേക്കിൻ്റെ അടിവേര എങ്ങനെ പോകുന്നു, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെയാണ് ഇതിൻ്റെ ഉള്ളിൽ കാണിക്കുന്നത്. ചില ആളുകൾക്കൊക്കെ അത് കാണുമ്പോൾ നല്ല പ്രത്യേകിച്ച് വൈബ് കാര്യങ്ങളൊക്കെ തോന്നുന്നുണ്ടോ. ചെറിയ കുട്ടികളൊക്കെ കാണുമ്പോൾ ഇതിൽ ഓടി നടക്കുന്നുണ്ട്. എനിക്കിത് കണ്ടിട്ട് പ്രത്യേകിച്ച് ഇതൊന്നും തോന്നുന്നില്ല. മറ്റേ സ്കൂളിൽ ശാസ്ത്രമേളക്ക് പോയ പോലെ അങ്ങനെ ഓരോ സാധനങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചെന്നല്ലാതെ ഇതിൻ്റെ ഉള്ളിൽ പ്രത്യേകിച്ചൊന്നും കാണാനൊന്നുമില്ല. ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഈ ഭാഗത്ത് മേലോട്ട് കയറുന്ന കോണിൻ്റെ അടുത്ത ഭാഗത്ത് കുറേ ഫർണിച്ചർ കാര്യങ്ങളൊക്കെ, പഴയ ഫർണിച്ചറൊക്കെ ഇട്ടിട്ടുണ്ട്. പണ്ട് കാലങ്ങളിലൊക്കെ നമ്മൾ വീടുകളിലൊക്കെ ഉപയോഗിച്ചിരുന്ന ഫർണിച്ചറിൻ്റെ മോഡലും കാര്യങ്ങളൊക്കെ. ഇതൊക്കെ മെഷീൻ വർക്കല്ല, കൊത്തുപണി കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള കുറേ തേക്കിൻ്റെ കട്ടിലും അലമാരയും മേശയും. സംഭവം ഈ പുറത്ത് ഭാഗത്താണ് ഇതിൻ്റെ ഫീലിങ് കാര്യങ്ങൾ, ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയ ഏരിയ പുറം ഭാഗത്താണ്. ഇതിൻ്റെ ഉള്ളിൽ പ്രത്യേകിച്ചൊന്നും കാണാനൊന്നുമില്ല. ഗ്രൗണ്ട് ഫ്ലോറിൽ തേക്കിനെ പറ്റി ഇങ്ങനെ പഠിക്കുക എന്നുള്ളത്, അതായത് ഫസ്റ്റ് ഫ്ലോറിൽ വരുന്ന സമയത്ത് ഇത് കൊണ്ടുള്ള ആയുധങ്ങളും പരമ്പരാഗത കൃഷി ആയുധങ്ങളും തേക്ക് കൊണ്ട് നിർമ്മിച്ച ഓരോ വസ്തുക്കളും കാര്യങ്ങളൊക്കെ ആയിട്ട് മേലെ പരിചയപ്പെടുത്തുന്നുണ്ട്. ഇതിൻ്റെ പുതിയ തലമുറക്ക് ഇതൊക്കെ ഇതിൻ്റെ ഉള്ളിൽ വരുമ്പോൾ പ്രത്യേകിച്ച് ഫീലിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ ഞാനൊക്കെ പഴയ കാലത്ത് ഇതൊക്കെ ഇങ്ങനത്തെ ഫർണിച്ചറും കാര്യങ്ങളൊക്കെ നമ്മളെ പഴയ തറവാട് വീടുകളൊക്കെ കാണുന്നത് കൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ഫീലിങ്ങും കാര്യങ്ങളൊന്നും തോന്നില്ല. ഇന്നത്തെ ജനറേഷൻ ചിലപ്പം ഇതൊക്കെ ഒരു പ്രത്യേക ഫീലിംഗ് ആയിട്ടാണ് തോന്നുന്നത്. അതിൻ്റെ പുറത്തിറങ്ങുന്ന സമയത്ത് മനോഹരമായ ഗാർഡനും കാര്യങ്ങളൊക്കെ കാണാനുണ്ട് കേട്ടോ. കുറേ പൂന്തോട്ടങ്ങളും, കുട്ടികൾക്കൊക്കെ ഫോട്ടോ എടുക്കാനും കളിക്കാനും ഫ്രണ്ട്സൊക്കെ ആയിട്ട് വന്നിരിക്കാനൊക്കെ ഉള്ള വൈബ് ആസ്വദിക്കാനും. തേക്ക് മ്യൂസിയത്തിൻ്റെ ഹൈലൈറ്റ് ചെയ്യുന്ന ഭാഗമാണ് കേട്ടോ ഈ 2 തവള
ഈ രൂപങ്ങളൊക്കെ ആയിട്ട് ഇവിടെ ഒരു പ്രത്യേക ഒരുപാട് ആളുകൾ ഇവിടെ ഈ ഭാഗത്ത് നിന്ന് ഫോട്ടോ കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. പിന്നെ കുട്ടികൾക്ക് കളിക്കാൻ ചെറിയ തോതിലുള്ള ചെറിയ പാർക്ക് കാര്യങ്ങളൊക്കെ. ഇതിൻ്റെ ഉള്ളിലൊന്നും ഫീ ഒന്നും ഈടാക്കുന്നില്ല. നമ്മൾ ഫസ്റ്റ് ടൈം ടിക്കറ്റ് എടുത്ത് കയറുന്ന 50 രൂപ തന്നെ. ഇതിൻ്റെ ഉള്ളിൽ കുറേ ഏരിയ നടക്കാനുള്ള ഭാഗങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ കുട്ടികളൊക്കെ വരുന്ന സമയത്ത് നമുക്ക് അവർക്ക് കുറച്ച് കൂളാനും കളിക്കാനും അങ്ങനത്തെ ചെറിയ ചെറിയ സെറ്റപ്പൊക്കെ ഉണ്ട്. കുറേ വലിയ കുട്ടികൾക്ക് കളിക്കുള്ള ഇതൊന്നുമില്ല. ഈ പ്രായത്തിൽ ഒരു 10 വയസ്സിന് താഴെയുള്ള കുട്ടികളെ അതിൻ്റെ മേലെ കയറ്റുള്ളൂ. അതിൻ്റെ മുകളിലുള്ള കുട്ടികൾ കയറുന്നത് കണ്ടാൽ അവിടെ സെക്യൂരിറ്റി ഉണ്ട്, അവരൊന്നുണ്ട് അതിൽ നിന്ന് ഇറങ്ങാൻ പറയും. ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട് നിലമ്പൂർ തേക്കിൻ്റെ തടി ഉപയോഗിച്ചിട്ടാണ് റോൾസ് റോയ്സ് കാറിൻ്റെ ഇൻറ്റീരിയർ ഡിസൈനിങ് ഒക്കെ ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അത് എന്താ അതിനെ പറ്റിയുള്ള അഭിപ്രായം കാര്യങ്ങളൊക്കെ ഒന്ന് വീഡിയോയിൽ കമൻ്റ് ആയിട്ടിടണം കേട്ടോ. ചിലപ്പം തള്ളാവും, ചിലപ്പം ഇങ്ങനെ ആവും, ചിലപ്പോൾ ഏതെങ്കിലും വണ്ടി ഉണ്ടാക്കിയിട്ടുണ്ടാവും നിലമ്പൂർ തേക്കിൻ്റെ തടി ഉപയോഗിച്ചിട്ട് ഇൻറ്റീരിയർ ഡിസൈനിങ് ഒക്കെ ചെയ്തിട്ടുണ്ടാവും. എല്ലാ വണ്ടിയും അങ്ങനെ ആവുമോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യട്ടോ. ഇങ്ങോട്ട് പോകുന്ന സമയത്ത് കുറച്ച് ചീവീടിൻ്റെ സൗണ്ടൊക്കെ നല്ലതായി ആസ്വദിക്കാൻ കഴിയും. നല്ല നേക്കിൽ കുറച്ച് ചീവീടിൻ്റെ സൗണ്ടും ഇവിടെ മറ്റേ ദോശ ഉണ്ടാക്കണതല്ലോ ആ പുത്തൻകീരൊക്കെ വരണേ അതാണ് അതിൻ്റെ ഉള്ളിലാണ്. പിന്നെ ഇതൊക്കെ തന്നെയാണ് ഇതിൽ കാണാനുള്ളത്. അപ്പം കുറച്ച് മുന്നോട്ട് പോയ ഒരുപാട് കാര്യങ്ങളൊക്കെ കാണാനൊക്കെ ഉണ്ട്. അപ്പം മുന്നോട്ട് പോയതുപോലെ തന്നെ ഫോറസ്റ്റിനുള്ള അപ്പോൾ അത്ര നടക്കാനൊന്നും കഴിയാത്തത് കൊണ്ട് നമ്മൾ കൂടെ ഫാമിലിയൊക്കെ ഉള്ളത് കൊണ്ടും നമ്മൾ മുന്നോട്ടൊന്നും പോയി കൂടുതൽ വീഡിയോ കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല. അപ്പോൾ വീഡിയോ കാണുന്ന എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ബെല്ലൈക്കണൊക്കെ ഒന്ന് അമർത്തുക, പൊട്ടിക്കുക. അപ്പോൾ നമ്മൾ ഇടുന്ന വീഡിയോ കാര്യങ്ങളൊക്കെ ബെല്ലൈക്കണൊക്കെ അമർത്തിയാലേ നമുക്ക് വീഡിയോ കാര്യങ്ങളൊക്കെ നിങ്ങളിലേക്ക് എത്തുള്ളൂ. അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.